യുദ്ധത്തിൽ തകർന്ന് നാശമായ ഒരു സ്ട്രിപ്പ്. അതാണ് അതിൻ്റെ കാര്യമായിട്ട് പറയേണ്ടത്. കാരണം ഇത് മാത്രമേ ഉള്ളൂ, റബിൾസ് മാത്രമേ ഉള്ളൂ. ഇത്ര മില്യൺ ടണ്ണ് ഈ സാധനം ഇത് എവിടെ കൊണ്ടുപോയി കളയും? കൊണ്ടുപോയി കളഞ്ഞാൽ പോലും അത് എത്ര സമയമെടുക്കും? അത് മാറ്റാൻ തന്നെ എത്രയോ ബില്യൺ ഡോളറിൻ്റെ ചെലവുണ്ട്. അവിടെയാണ് റീകൺസ്ട്രക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഹമാസ് രണ്ടും കൽപ്പിച്ച് സറണ്ടർ ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലാതെ നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നുമല്ല. അവിടെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാൻ തുടങ്ങി. കാരണം ഇത്രയും ദുരന്തവും ദുരിതവും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത്രയും പേരെ കാണാനില്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്ക്. കാരണം ഒരു രക്ഷയുമില്ല. ഇവിടെ നിൽക്കും, കുറച്ച് അവിടെ നിന്ന് പറയാം, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറയാം, അവിടെ മുഴുവനും ബോംബിടും, പിന്നെ അവിടെ നിന്ന് പറയാം, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറയും, അവിടെ പിന്നെ ബോംബെ. അതായത് കംപ്ലീറ്റ് നാശമാക്കി കൊടുത്തു. അതായത് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനം ഇനി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമൊക്കെ കഷ്ടമാണ്. ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന എവിടെ വരെ നടക്കും? ഈ ഹമാസിന് എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും? കാരണം റാഡിക്കൽ ഇസ്ലാമിക് ഐഡിയോളജി പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് ജനാധിപത്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേലി ഒപ്പോസിഷൻ ലീഡർ അവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്യുലറായിട്ടുള്ള ജനാധിപത്യം, അതിൻ്റെ അകത്ത് പല പ്രാക്ടീസും മറ്റുള്ള റിലീജിയസിന് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യുക,